1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി ഇമ്മാനുവൽ സിൽക്സിൽ ഓണം പൊന്നോണം ലാഭോത്സവം. ഓരോ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസവും നേടാം ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗോൾഡ് കോയിൻ, ഗിഫ്റ്റ് വൗച്ചർ തുടങ്ങിയ നിരവധി സമ്മാനങ്ങൾ. വിവാഹ വസ്ത്രങ്ങൾക്ക് പ്രത്യേക ഓഫറുകളും സ്പെഷ്യൽ വെഡിംഗ് കൗണ്ടറുകളും, സാരികൾക്കായി വൻ ഓഫറുകൾ, ഏറ്റവും പുതിയ ബ്രാൻഡുകളും ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി വിശാലമായ ലേഡീസ് സെക്ഷൻ, കുഞ്ഞോമനകൾക്ക് നിഷ്കളങ്കത പകരുന്ന അത്യാകർഷകമായ കിഡ്സ് വെയർ സെക്ഷൻ, സ്റ്റൈലിഷ് ലുക്കിൽ തിളങ്ങാൻ പ്രമുഖ ബ്രാൻഡുകളുടെ ജെന്റ്സ് വെയർ കളക്ഷനുകൾ, കൂടാതെ ഓണം സ്പെഷ്യൽ സൂപ്പർ കോംബോ ഓഫറുകളും. ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആവട്ടെ. ഇമ്മാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട് ആൻഡ് ഇരിട്ടി. സമൃദ്ധിയുടെയും പ്രതീക്ഷയുടെയും ഓർമ്മപ്പെടുത്തലായി ചിങ്ങം 1 വടക്കാഞ്ചേരിയിൽ കർഷക ദിനാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി നഗരസഭ, വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് കൃഷിഭവനുകൾ, പാടശേഖര സമിതികൾ, കാർഷിക വികസന സമിതി, സർവീസ് സഹകരണ ബാങ്കുകൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി നടത്തിയത്. സേവ്യർ ചിറ്റലപ്പള്ളി MLA പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. പറയാനുള്ള ഒരു സന്ദേശം, നമ്മുടെ സംസ്ഥാനത്ത്, പൊതുവിൽ നമ്മുടെ നാട്ടിൽ വലിയ നിലയിലുള്ള കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നാം നേരത്തെ ഞാറ്റുവേലയെയും മഴയെയും ഒക്കെ ആശ്രയിച്ച് കൈകാര്യം ചെയ്തിരുന്ന കൃഷി രീതി അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യത്യസ്ത നിലയിലുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിന് വിധേയമായി ആ പറഞ്ഞ അളവിൽ നമുക്ക് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. വലിയ ചൂട്, വലിയ മഴ. അപ്പം ഇതിനുതകുന്ന രീതിയിലുള്ള കാർഷിക സമ്പ്രദായത്തെ രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ വളരെ വേഗത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് നടക്കേണ്ടതുണ്ട്. നമ്മുടെ കാർഷിക മേഖലയെ നിലനിർത്താൻ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും KP നമ്പീശൻ ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ സ്വാഗതവും വടക്കാഞ്ചേരി ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അർച്ചന വിശ്വനാഥ് പദ്ധതി വിശദീകരണവും നടത്തി. ചടങ്ങിൽ വെച്ച് കാർഷിക മേഖലയിലെ വിവിധ വിഭാഗങ്ങളിൽ മികവ് പുലർത്തിയ മാതൃകാ കർഷകരെയും സ്ഥാപനങ്ങളെയും ആദരിച്ചു. നെൽ കർഷകരായ കുഞ്ഞുഹൈദ്രു കുമരനെല്ലൂർ, ഗോവിന്ദൻ KK പെരിങ്ങണ്ടൂർ, മുതിർന്ന കർഷകരായ കൃഷ്ണൻകുട്ടി P അകമല, UV ഗോവിന്ദൻ മിണാലൂർ, സമ്മിശ്ര കർഷകരായ ഷീജ സണ്ണി മംഗലം, ചന്ദ്രൻ KK മുണ്ടത്തിക്കോട്, വനിതാ കർഷകരായ വിജയലക്ഷ്മി AK അകമല, ഗിരിജ C പുതുരുത്തി, കേര കർഷകരായ AV വർഗീസ് മംഗലം, മനോജ് കുമാർ EP പാർലിക്കാട് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കൂടാതെ മാതൃകാ പാടശേഖര സമിതികളായി മംഗലം പാടശേഖരത്തെയും മിണാലൂർ തെക്കേക്കര പാടശേഖരത്തെയും തെരഞ്ഞെടുത്തു. SC ST കർഷകരായ കുമാർ MK ശശി, വിദ്യാർത്ഥി കർഷകരായ മുഹമ്മദ് ബിലാൽ, സഞ്ജയ് PR, ക്ഷീര കർഷകരായ ശ്യാമള സതീശൻ, വിലാസിനി KK, ജൈവ കർഷകരായ AV ബാലകൃഷ്ണൻ, പ്രകാശൻ MG, കർഷക തൊഴിലാളികളായ ഫ്രാൻസിസ്, EC ദേവസി എന്നിവരെയും ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. മികച്ച സ്കൂളായി GMRS വടക്കാഞ്ചേരി, ഗവൺമെന്റ് UP സ്കൂൾ പാർലിക്കാട് എന്നിവയെയും തെരഞ്ഞെടുത്തു. കൂൺ കൃഷിയിൽ മികവ് കാട്ടിയ മിനി സാബു, സീജാമോൾ PU, തേനീച്ച കർഷകരായ പോൾ PP, രാധാകൃഷ്ണൻ C, മികച്ച യുവ കർഷകരായ ജിൻഡോ ജോർജ്, അഖിൽ MY, മികച്ച മത്സ്യകർഷകരായ ജോസഫ് PY, ജയൻ C എന്നിവരും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ധന്യ നിതിൻ, ഷീല മോഹൻ, KP മദനൻ, വിവിധ നഗരസഭാ കൗൺസിലർമാർ, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് NK പ്രമോദ് കുമാർ, മുണ്ടത്തിക്കോട് കൃഷി ഓഫീസർ അപർണ TG, കാർഷിക സമിതി, കുടുംബശ്രീ പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് പഴയന്നൂർ ഫാം സൂപ്രണ്ട് അശ്വതി നെൽകൃഷിയിലെ ശാസ്ത്രീയ പരിപാലന മുറകൾ എന്ന വിഷയത്തിൽ സെമിനാർ അവതരിപ്പിച്ചു. വടക്കാഞ്ചേരി കൃഷി ഓഫീസർ ബിപിൻ MN നന്ദി രേഖപ്പെടുത്തിയ ചടങ്ങിൽ ജനപ്രതിനിധികളും കർഷകരും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു.